ജീവിതം എന്ന് നിങ്ങൾ വിളിക്കുന്നത് വളരെ വലിയൊരു വൈരുദ്ധ്യത്തെയാണ്. നിങ്ങളുടെ സ്വന്തം എന്ന് നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്ന, നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നതെല്ലാം അദൃശ്യമായ വളരെ നേർത്ത ഒരു നൂലിലാണ് തൂങ്ങി നിൽക്കുന്നത്. ആ നൂൽ പൊട്ടിയാൽ നിങ്ങൾ വെറും മണ്ണാണ്. ആ നൂൽ ചലിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങളൊരു ലോകവിജയിയാണെന്ന മിഥ്യാധാരണ പുലർത്തുന്നു. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഈ മൂക്കിനുള്ളിൽ, ഈ രണ്ട് നാസാരന്ധ്രങ്ങൾക്കുള്ളിൽ നിഗൂഢമായ ഒരു രഹസ്യ ബട്ടൺ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്? അത് ശരിയായ രീതിയിൽ അമർത്താൻ നിങ്ങൾ പഠിച്ചാൽ സാധാരണഗതിയിലുള്ള നിങ്ങളുടെ തലച്ചോറിന് നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിച്ചിട്ടുപോലുമില്ലാത്ത ഒരു വലിയ ഊർജ്ജത്താൽ നിറയാൻ കഴിയും. നിങ്ങൾ ഓരോ 24 മണിക്കൂറിലും ഏകദേശം 21,600 തവണ ശ്വാസമെടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഓരോ ശ്വാസവും നിങ്ങൾക്ക് ജീവൻ നൽകുകയല്ല, മറിച്ച് അത് തെറ്റായ രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ വിവേകത്തെയും നിങ്ങളുടെ മുഴുവൻ ആയുസ്സിനെയും ഉള്ളിൽ നിന്ന് പതുക്കെ കാർന്നു തിന്നുകയാണ്. എന്തുകൊണ്ടായിരുന്നു പഴയകാലത്തെ പ്രബുദ്ധരായ മനുഷ്യരും ഋഷിമാരും യോഗികളും ദിവസം 5-6 തവണ മാത്രം ശ്വാസമെടുത്തിരുന്നത്? എന്നിട്ടും യാതൊരു ഉപകരണങ്ങളുമില്ലാതെ പ്രപഞ്ചരഹസ്യങ്ങൾ എഴുതിവെക്കാൻ തക്കവിധം അവരുടെ ബുദ്ധിശക്തി അത്രത്തോളം പ്രഖരമായിരുന്നു. ഇന്ന് മനുഷ്യൻ 24 മണിക്കൂറും ജീവിക്കുന്നുണ്ട്. എന്നാൽ അവൻ ജീവിക്കുന്നത് ഒരു അർദ്ധപ്രാണനെപ്പോലെയാണ്. നിങ്ങൾ ശ്വസിക്കുകയല്ല, ശ്വാസം നിങ്ങളുടെ ഉള്ളിലൂടെ വെറുതെ കടന്നുപോകുന്നു എന്ന് മാത്രം. നിങ്ങൾ ജീവിക്കുന്നത് വെറുമൊരു അപകടം പോലെയാണ്. ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും, എന്നാൽ ഉള്ളിലെ ആ പ്രധാന കേന്ദ്രം എപ്പോഴും ഉറങ്ങിക്കിടക്കും. ഇന്ന് നമ്മൾ ആ രഹസ്യ ബട്ടണിന്റെ പൂർണ്ണമായ ശാസ്ത്രത്തെയും അതിന്റെ മുഴുവൻ ഗണിതത്തെയും അതിന് പിന്നിലൊളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സത്യത്തെയും വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള യാത്രയിലാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കൂ, നിങ്ങളെത്തന്നെ നോക്കൂ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ക്ഷീണമുണ്ടാകും. നിങ്ങൾ യാതൊരു കാരണവുമില്ലാതെ ദേഷ്യത്താൽ നിറയുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം വരുന്നു. ഇതൊക്കെ നിങ്ങളുടെ മാനസിക ദൗർബല്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ നിർഭാഗ്യമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മതിയായ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടാണെന്നോ നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് ഒരൊറ്റ അടിസ്ഥാനപരമായ തെറ്റ് കാരണമാണ്. ആ തെറ്റിതാണ്, നിങ്ങളുടെ മൂക്കിന്റെ 2 ദ്വാരങ്ങളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വെറുതെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്വാസം എന്നത് വെറും കാറ്റിന്റെ വരവും പോക്കും മാത്രമാണ്. നിങ്ങളുടെ വലത്തെ മൂക്കും ഇടത്തെ മൂക്കും ഒരിക്കലും ഒരേ സമയം ഒരേ അളവിൽ കാറ്റ് ഉള്ളിലേക്ക് എടുക്കുന്നില്ല എന്ന് കാണാൻ കഴിയാത്ത വിധം അബോധാവസ്ഥയിലാണ് നിങ്ങൾ. അവ തമ്മിൽ വലിയൊരു അസന്തുലിതാവസ്ഥയുണ്ട്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. പുരാതനകാലത്ത് മനുഷ്യ ശരീരത്തിൽ വളരെ ആഴത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ മഹർഷിമാർ കണ്ടെത്തിയത് നമ്മുടെ മൂക്കിന്റെ വലതുഭാഗവും ഇടതുഭാഗവും വെറും കാറ്റരിക്കുന്ന യന്ത്രങ്ങളല്ല എന്നാണ്. അവ നേരെ നിങ്ങളുടെ തലച്ചോറിന്റെ 2 വ്യത്യസ്ത ഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോളുകളാണ്. നിങ്ങളുടെ ഇടത്തെ നാസാരന്ധ്രത്തിന് പ്രാചീന ഭാഷയിൽ ഇട എന്ന് വിളിക്കപ്പെടുന്ന നാഡിയുമായി ബന്ധമുണ്ട്. കൂടാതെ വലത്തെ നാസാരന്ധ്രത്തിന് പിംഗള എന്ന് വിളിക്കപ്പെടുന്ന നാഡിയുമായും ബന്ധമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇടത്തെ മൂക്കിലൂടെ മാത്രം ആഴത്തിൽ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ വലതുഭാഗം സജീവമാകുന്നു. ഇത് നിങ്ങൾക്ക് കല, ഭാവന, സംവേദനക്ഷമത, ശാന്തത എന്നിവ നൽകുന്ന തലച്ചോറാണ്. നിങ്ങൾ വലത്തെ മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഇടതുഭാഗം സജീവമാകുന്നു. ഇത് നിങ്ങൾക്ക് യുക്തിഗണിതം, ആക്രമണോത്സുകത, കർമ്മം ചെയ്യാനുള്ള ശക്തി എന്നിവ നൽകുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ അവസ്ഥ നോക്കൂ. അവൻ 24 മണിക്കൂറും സമ്മർദ്ദത്തിലാണ്. 24 മണിക്കൂറും ചിന്തകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി അവന്റെ ശ്വാസം എപ്പോഴും അപൂർണമായി തന്നെ തുടരുന്നു. അവൻ ഒരിക്കലും ശ്വാസത്തെ നാഭി വരെ പോകാൻ അനുവദിക്കുന്നില്ല. അവൻ നെഞ്ചിൽ നിന്ന് മാത്രം ചെറിയ ചെറിയ ശ്വാസങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വേഗത്തിൽ ചെറിയ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കുന്ന സന്ദേശം നിങ്ങൾ വലിയൊരു അപകടത്തിലാണ് എന്നാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു സിംഹമില്ലെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ സുരക്ഷിതമായ കസേരയിലാണ് ഇരിക്കുന്നതെങ്കിലും, ആ ചെറിയ ശ്വാസം നിങ്ങളുടെ നാഡീവ്യൂഹത്തെ 24 മണിക്കൂറും ഒരു യുദ്ധസമാനമായ അവസ്ഥയിൽ നിർത്തുന്നു. ഇതുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യന് ഇത്ര വേഗം പ്രായമാകുന്നത്, ഇത്ര വേഗം അവൻ രോഗങ്ങൾക്കടിമയാകുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങളൊരു നായയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ക്ഷീണിക്കുമ്പോഴോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജീവിക്കുമ്പോഴോ അത് വളരെ വേഗത്തിൽ നാവ് പുറത്തിട്ട് ചെറിയ ചെറിയ ശ്വാസങ്ങൾ എടുക്കുന്നത് കാണാം. 1 മിനിറ്റിൽ ഏകദേശം 30 മുതൽ 40 തവണ വരെ അത് ശ്വസിക്കുന്നു. അതിന്റെ ഫലം എന്താണ്? അതിന്റെ ആയുസ് വെറും 12 മുതൽ 14 വർഷം മാത്രമാണ്.
മറുവശത്ത് നിങ്ങളൊരു ആമയെ നോക്കൂ. അത് വളരെ സാവധാനം സഞ്ചരിക്കുകയും 1 മിനിറ്റിൽ 4-5 തവണ മാത്രം ശ്വസിക്കുകയും ചെയ്യുന്നു. ആമ ശ്വാസം എത്ര ആഴത്തിലെടുക്കുന്നുവെന്നാൽ അതിന്റെ ശരീരം മുഴുവൻ ആ കാറ്റിന്റെ ആനന്ദത്തിൽ മുഴുകുന്നു. അതിന്റെ ആയുസ് നോക്കൂ, അത് 300 വർഷത്തിലധികം ജീവിക്കുന്നു. ഈ പ്രകൃതിയിൽ ശ്വാസങ്ങളുടെ എണ്ണവും നിങ്ങളുടെ ബോധത്തിന്റെ ആഴവും തമ്മിൽ വളരെ വലിയൊരു ഗണിതശാസ്ത്രപരമായ ബന്ധമുണ്ട്. നിങ്ങൾ എത്ര വേഗത്തിൽ ശ്വസിക്കുന്നുവോ നിങ്ങളുടെ ജീവിതം അത്രയും വേഗത്തിൽ അവസാനിക്കുകയും നിങ്ങളുടെ ബുദ്ധി അത്രത്തോളം ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും. നിങ്ങൾ എത്ര സാവധാനത്തിലും ആഴത്തിലും സന്തുലിതമായും ശ്വസിക്കുന്നുവോ നിങ്ങളുടെ തലച്ചോറ് അത്രത്തോളം ശാന്തവും ശക്തവുമായിത്തീരും. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ ഈ ഗണിതം പൂർണ്ണമായും മറന്നിരിക്കുന്നു. കൂടുതൽ ഓടുന്നതിലൂടെ, കൂടുതൽ ജോലി ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതിലൂടെ താൻ ആരോഗ്യവാനാകുമെന്നവൻ ചിന്തിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കതിയായ ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിന്റെ വേഗത എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം വളരെ വേഗത്തിലും ക്രമരഹിതവുമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ മാറ്റുന്നു. എന്നാൽ ഇതിന്റെ വിപരീതവും അത്ര തന്നെ സത്യമാണ്. നിങ്ങളുടെ ശ്വാസത്തിന്റെ ഗതി നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ തനിയെ മാറും. ഇതാണ് നിങ്ങൾ അമർത്താൻ പഠിക്കേണ്ട ആ രഹസ്യ ബട്ടൺ. നിങ്ങളുടെ തലച്ചോറിന്റെ ഈ 2 ഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്ന് വിഭജിക്കപ്പെടുന്നു. നിങ്ങൾ ഒരേ സമയം 2 വ്യത്യസ്ത ദിശകളിലേക്ക് ഓടാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ഇത് ശരിയാണെന്ന് നിങ്ങളുടെ ഒരു മനസ്സ് പറയുന്നു, മറ്റേ മനസ്സ് അത് തെറ്റാണെന്നും പറയുന്നു. ഈ ദ്വന്ദ്വമുണ്ടാകുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ 2 അർദ്ധഗോളങ്ങളും ഒരേ താളത്തിൽ പാടാത്തതുകൊണ്ടാണ്. നാഡീശോധനയുടെ മുഴുവൻ ശാസ്ത്രവും ഈ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുന്നതിനുള്ള ശാസ്ത്രമാണ്. ഇതൊരു മതപരമായ കർമ്മകാണ്ഡമല്ല, കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യവുമല്ല. ഇത് പൂർണ്ണമായും ഒരു ജൈവ പ്രക്രിയയാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു മൂക്ക് അടച്ചുപിടിച്ച് മറ്റേതിലൂടെ ശ്വാസമെടുക്കുകയും പിന്നീടത് പിടിച്ചു നിർത്തി ആദ്യത്തേതിലൂടെ പുറത്തുവിടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ തലച്ചോറിന്റെ ആ 2 കേന്ദ്രങ്ങളെയും ഒന്നിപ്പിക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബോധത്തിന്റെ ചിതറിക്കിടക്കുന്ന ആ ഊർജ്ജത്തെ സ്വരൂപിച്ച് ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ പ്രശ്നം അവൻ എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോൾ അവന്റെ മനസ്സ് അലഞ്ഞുതിരിയാൻ തുടങ്ങുന്നു എന്നതാണ്. അവൻ പുസ്തകം തുറക്കുന്നു, പക്ഷെ അവന്റെ ശ്രദ്ധ മറ്റെങ്ങോട്ടോ പോകുന്നു. അവൻ കച്ചവടത്തിനുള്ള പദ്ധതി തയ്യാറാക്കുന്നു, എന്നാൽ അവന്റെ ഉള്ളിൽ പഴയ നഷ്ടങ്ങളുടെ ഭയം കയറിക്കൂടുന്നു. അവൻ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുന്നു, പക്ഷേ അവന്റെ തലച്ചോറ് നാളെ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അലച്ചിലിന് കാരണം നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഒഴുക്ക് ഒരിടത്തും സ്ഥിരമല്ല എന്നതാണ്. നിങ്ങളുടെ നാഡികൾ മലിനമായിരിക്കുന്നു. മലിനമാകുകയെന്നാൽ അവയിൽ പൊടി പിടിച്ചിരിക്കുന്നു എന്നല്ല അർത്ഥം, മറിച്ച് അവയിൽ ഊർജ്ജത്തിന്റെ തടസ്സം ഉണ്ടായിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വെച്ചുപുലർത്തുമ്പോൾ, നിങ്ങൾ അമിതമായി ഉത്കണ്ഠപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രാസവസ്തുക്കൾ മാറാൻ തുടങ്ങുന്നു. ആ രാസവസ്തുക്കൾ നിങ്ങളുടെ ശ്വാസത്തിന്റെ താളത്തെ പൂർണ്ണമായും തകർക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഓടിക്കുന്ന കാറിന്റെ ഒരു ചക്രം വലത്തോട്ടും മറ്റേ ചക്രം ഇടത്തോട്ടും പോയാൽ നിങ്ങൾ എത്ര ദൂരം പോകും? നിങ്ങളുടെ വലിയൊരു ഊർജ്ജം ആ കാറിനെ നേർവഴിയിൽ നിലനിർത്താൻ വേണ്ടി മാത്രം ചിലവാകും. ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അവന്റെ പാതിയിലധികം ഊർജ്ജവും സ്വയം തകരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചിലവാകുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ വലിയൊരു മല ഇടിച്ചതുപോലെ ക്ഷീണിക്കുന്നു. എന്നാൽ അവൻ പകൽ മുഴുവൻ വെറുമൊരു കസേരയിലിരുന്ന് ഫയലുകൾ നോക്കുകയോ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയോ മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ ക്ഷീണം ശാരീരികമല്ല, ഈ ക്ഷീണം മാനസികമാണ്. നിങ്ങളുടെ ശ്വാസത്തിനുണ്ടാകേണ്ടിയിരുന്ന സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. നിങ്ങൾ ഈ രഹസ്യ ബട്ടൺ ശരിയായി അമർത്താൻ തുടങ്ങുമ്പോൾ, അതായത് നിങ്ങളുടെ 2 നാസാരന്ധ്രങ്ങളുടെയും ഒഴുക്ക് തികച്ചും തുല്യമാക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്നു. മനുഷ്യന്റെ തലച്ചോറിന്റെ 2 ഭാഗങ്ങളും ഒരേ തരംഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ അവസ്ഥയെ പരമമായ സർഗാത്മകതയുടെ അവസ്ഥയെന്നാണ് ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ അംഗീകരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം പൂർണ്ണമായും വ്യക്തമായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ഭയം തനിയെ ഇല്ലാതാകുന്നു. കാരണം നിങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഭയത്തിന് നിലനിൽക്കാൻ കഴിയൂ. നിങ്ങൾ പൂർണ്ണമായും ഒന്നാകുമ്പോൾ, നിങ്ങളുടെ 2 നാഡികളും ഒരേ താളത്തിൽ ഒഴുകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അപൂർവമായൊരു ധൈര്യം ജനിക്കുന്നു. ശ്വാസത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നവൻ തന്റെ സ്വന്തം വിധിനിർണയങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് പ്രാചീനരായ പണ്ഡിതർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിധി എന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ തന്നെ ശീലങ്ങളുടെയും ചിന്തകളുടെയും സമാഹരിച്ച രൂപമാണ് വിധി.
നിങ്ങളുടെ ചിന്തകൾ എവിടെ നിന്നാണ് ജനിക്കുന്നത്? അവ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് തന്നെ പുതിയൊരു താളം നൽകിയാൽ, നിങ്ങൾ അതിന് പുതിയൊരു സംഗീതം നൽകിയാൽ, നിങ്ങളുടെ ചിന്തകൾ തനിയെ മാറാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകളോട് നിങ്ങൾ പോരാടേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ദേഷ്യത്തോട് പോരാടിയാൽ നിങ്ങൾക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല. നിങ്ങൾ ഭയത്തോട് പോരാടിയാൽ ഭയം കൂടുതൽ വലുതായി നിങ്ങളുടെ മുന്നിൽ നിൽക്കും. ഇതെല്ലാം എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത്, ആ വേരിലാണ് നിങ്ങൾ പ്രഹരിക്കേണ്ടത്. ആ വേര് നിങ്ങളുടെ ശ്വാസമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഏകാന്തതയിൽ ഇരുന്നു നോക്കുക. നിങ്ങൾ പൂർണ്ണമായും ശാന്തനായി നിങ്ങളുടെ വരുന്നതും പോകുന്നതുമായ ശ്വാസത്തെ മാത്രം നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം തനിയെ സാവധാനത്തിലാകാൻ തുടങ്ങും. നിങ്ങൾ അതിനെ നിർബന്ധിച്ച് സാവധാനത്തിലാക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആ രഹസ്യ ബട്ടൺ തനിയെ സജീവമാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജാഗ്രത തന്നെയാണ് ആ ബട്ടൺ അമർത്താനുള്ള താക്കോൽ. ഇന്നത്തെ മനുഷ്യൻ എല്ലാറ്റിനും പുറമേയുള്ള ലോകത്ത് പ്രതിവിധി അന്വേഷിക്കുകയാണ്. തന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്ന് ലഭിക്കുമെന്ന് അവൻ ചിന്തിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും വിദ്യ ലഭിക്കുമെന്ന് അവൻ കരുതുന്നു. തന്റെ ജീവിതത്തെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റുന്ന എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായൊരു സംവിധാനം ദൈവം തന്റെ ഉള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നവൻ കാണുന്നില്ല. മനുഷ്യൻ അതിന് നേരെ പൂർണ്ണമായും അന്ധനായിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഉറങ്ങുമ്പോൾ ആരാണ് നിങ്ങളുടെ ശ്വാസം നിലനിർത്തുന്നത്? നിങ്ങൾ ഉറങ്ങുന്നു. നിങ്ങളുടെ അഹങ്കാരം ഉറങ്ങുന്നു. നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ഉറങ്ങുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിലേക്ക് കാറ്റുവലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ആ ശക്തിയോട് നിങ്ങൾ വലിയ ക്രൂരതയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സമ്മർദ്ദവും കാരണം നിങ്ങൾ അതിന്റെ സ്വാഭാവികമായ ഗതിയെ തടയുന്നു. നിങ്ങൾ നിങ്ങളുടെ നെഞ്ച് ചുരുക്കിവെക്കുന്നു. നിങ്ങളുടെ കഴുത്ത് മുറുകിയിരിക്കുന്നു. നിങ്ങളുടെ തോളുകൾ വലിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശ്വാസം സ്വതന്ത്രമല്ല, അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണിവ. ഈ ലോകത്തുണ്ടായ വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം, എഴുതപ്പെട്ട വലിയ ഗ്രന്ഥങ്ങളെല്ലാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലെത്തിയവരെല്ലാം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഈ സന്തുലിതാവസ്ഥ തീർച്ചയായും ഉണ്ടായിരുന്നു. നിങ്ങളുടെ രണ്ട് നാഡികളും ഒരേ താളത്തിൽ ഒഴുകാത്ത കാലത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആഴത്തിലുള്ള യാതൊന്നും പുറത്തുവരില്ല. നിങ്ങൾ വെറുമൊരു യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കും, ഓഫീസിൽ പോകും, പണം സമ്പാദിക്കും, വീട്ടിൽ വരും, ഉറങ്ങും. ഇതൊരു ജീവിതമല്ല, ഇതൊരു ജൈവികമായ അടിമത്തം മാത്രമാണ്. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി നിങ്ങളുടെ മൂക്കിനുള്ളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ സന്തുലിതാവസ്ഥ നേടാൻ നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും കാട്ടിലേക്ക് പോകണമോ എന്ന് കേൾക്കുന്നവർ പലപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാം ഉപേക്ഷിക്കണമോ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നും ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ എവിടെയാണോ എങ്ങനെയാണോ അവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാക്കാം. നിങ്ങൾ നിങ്ങളുടെ അബോധാവസ്ഥയെ മാത്രം ഉപേക്ഷിച്ചാൽ മതി. നിങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോഴും നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാനാകാം. നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ നിർത്തി നിങ്ങളുടെ ഏത് മൂക്കിലൂടെയാണ് കൂടുതൽ കാറ്റ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിത് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ബോധത്തിന്റെ നിലവാരം പെട്ടെന്ന് ഉയരാൻ തുടങ്ങുന്നു. ആ ഉക്കിടിയും ചെറിയ ശ്വാസവുമുള്ള വലയിൽ നിന്ന് നിങ്ങൾ പുറത്തുകടക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശ്വാസം എന്നത് വെറുതെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നതും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നതും മാത്രമുള്ള പ്രക്രിയ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പ്രപഞ്ചത്തിന്റെ ആ വലിയ ഊർജ്ജവുമായി നിങ്ങൾ ഓരോ നിമിഷവും നടത്തുന്ന ആശയവിനിമയമാണ്. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആ മഹാപ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചെറിയ അഹങ്കാരത്തെ ആ മഹാപ്രപഞ്ചത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്ന നിലയ്ക്കാത്ത ഒരു യാഗമാണ്. എന്നാൽ നിങ്ങൾ ഈ യാഗത്തെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞനാണ്. നിങ്ങൾ പുറമേയുള്ള ലോകത്തെ കളിപ്പാട്ടങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലായതിനാൽ നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന ഈ ദിവ്യമായ ജ്വാലയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധവുമില്ല. തന്റെ ശ്വാസം തന്നെയാണ് തന്റെ തലച്ചോറിന്റെ മാസ്റ്റർ കീ എന്ന ഈ ആഴത്തിലുള്ള സത്യം മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ അവൻ പിന്നീട് പുറമേയുള്ള സാഹചര്യങ്ങളുടെ അടിമയായിരിക്കില്ല. പിന്നെ പുറത്ത് എത്ര വലിയ കോലാഹലങ്ങളുണ്ടായാലും എത്ര വലിയ പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും അവൻ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇളകാതെ നിൽക്കും. കാരണം ഏത് സാഹചര്യത്തിലും അവനെ ശാന്തനും ഏകാഗ്രനുമാക്കി നിർത്താൻ കഴിയുന്ന ആ രഹസ്യ ബട്ടൺ അവൻ കണ്ടെത്തിക്കഴിഞ്ഞു. ഈ ശാസ്ത്രം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്ര ലളിതമാണ്. എന്നാൽ ഇത് എത്രത്തോളം ആഴമുള്ളതാണെന്നാൽ ഇതിന്റെ പരിശീലനം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ ജീവിതവും രൂപാന്തരപ്പെടും. നിങ്ങളുടെ ഈ അബോധാവസ്ഥയിലുള്ള ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണരുകയും നിങ്ങളുടെ ഓരോ ശ്വാസത്തെയും പുതിയൊരു ബഹുമാനത്തോടെ പുതിയൊരു ജാഗ്രതയോടെ നോക്കാൻ തുടങ്ങുകയും വേണം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി മാറും. സത്യം അന്വേഷിക്കുന്ന ഒരാൾ കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ശ്വാസം എന്നത് വളരെ വലിയതും വിലക്കപ്പെട്ടതുമായ ഒരു ശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു വാതിൽ മാത്രമാണെന്ന് അവന് മനസ്സിലാകും.
ഈ ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് കുംഭകം. കുംഭകം എന്നതിന്റെ നേരായ അർത്ഥം ശ്വാസം പിടിച്ചു നിർത്തുക എന്നാണ്. വായുവിന്റെ ഈ വരവും പോക്കും ഒരു നിമിഷത്തേക്ക് നിർത്തുക. നിങ്ങൾ 24 മണിക്കൂറും വെറുതെ ശ്വാസം എടുക്കുകയും വിടുകയും മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും നിർത്തുന്നില്ല. ഒരു നിമിഷം ശ്വാസം നിന്നാൽ നിങ്ങൾ മരിച്ചുപോകുമെന്ന് നിങ്ങൾ അത്രത്തോളം ഭയപ്പെടുന്നു. എന്നാൽ പ്രാചീനരായ മനുഷ്യർ ഈ ഭയത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാശാസ്ത്രത്തെ കണ്ടെത്തിയിരുന്നു. നിങ്ങളൊരു പ്രത്യേക അനുപാതത്തിൽ ശ്വാസം ഉള്ളിലോ പുറത്തോ പിടിച്ചു നിർത്തുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ഊർജ്ജത്തിന്റെ പുതിയൊരു ഒഴുക്ക് ആരംഭിക്കുമെന്ന് അവർ കണ്ടു. ഈ കുംഭകം വെറുമൊരു സാധാരണ വ്യായാമമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന്റെ ഏറ്റവും ആഴത്തിലുള്ള കേന്ദ്രത്തെ ഉണർത്താനുള്ള ഒരു ജൈവികമായ പ്രഹരമാണിത്. നിങ്ങളുടെ തലച്ചോറിന്റെ കൃത്യം മധ്യഭാഗത്തായി വളരെ ചെറിയ ഒരു ഗ്രന്ഥിയുണ്ട്. ആധുനിക ശാസ്ത്രം ഇതിനെ പീനിയൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. ഈ ഗ്രന്ഥി വലുപ്പത്തിലൊരു ധാന്യമണി പോലെയുള്ളൂ. എന്നാൽ ഇതിന്റെ ജോലി നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും നിയന്ത്രിക്കുക എന്നതാണ്. പ്രാചീനകാലത്ത് ഇതിനെത്തന്നെയാണ് മൂന്നാം കണ്ണിന്റെ ജൈവിക രൂപം എന്ന് വിളിച്ചിരുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ ചെറിയതും അപൂർണവുമായ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഒരിക്കലും ഈ ഗ്രന്ഥി വരെ എത്തുന്നില്ല. അത് ഉണങ്ങിയ ഒരു മൊട്ടുപോലെ ഉറങ്ങിക്കിടക്കുന്നു. എന്നാൽ നിങ്ങൾ കുംഭകം പ്രയോഗിക്കുമ്പോൾ, അതായത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പൂർണ്ണശക്തിയോടെ പിടിച്ചു നിർത്തുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വായുവിന്റെ മർദ്ദം വർദ്ധിക്കുന്നു. ഈ മർദ്ദം നിങ്ങളുടെ നട്ടെല്ലിലൂടെ നേരെ നിങ്ങളുടെ തലച്ചോറിന്റെ കേന്ദ്രത്തിൽ പ്രഹരിക്കുന്നു. ഈ മർദ്ദം നിങ്ങളുടെ പീനിയൽ ഗ്ലാൻഡിൽ വീഴുമ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന ഗ്രന്ഥി പെട്ടെന്ന് സജീവമാകുന്നു. പീനിയൽ ഗ്ലാൻഡ് ഉണരുമ്പോൾ നിങ്ങളെ പരമാനന്ദത്താലും വലിയ വ്യക്തതയാലും നിറയ്ക്കുന്ന രാസവസ്തുക്കളുടെ സ്രവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. മെലാറ്റോണിൻ, സെറോട്ടോണിൻ എന്നിവയുടെ സന്തുലിതമായ ഒരു ഒഴുക്ക് ആരംഭിക്കുന്നു. അത് നിങ്ങളുടെ ബുദ്ധിയെ അസാധാരണമാക്കുന്നു. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഓർമ്മശക്തി, നിങ്ങളുടെ ചിന്താശേഷി, നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും ഒരു പുതിയ രൂപത്തിൽ വെളിപ്പെടുന്നു. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, ഇത് പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ ജീവശാസ്ത്രപരമായ പ്രക്രിയയാണ്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഈ സത്യം നിങ്ങളിൽ നിന്ന് എപ്പോഴും മറച്ചുവെക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വിലയേറിയ യാതൊരു മരുന്നുകളുമില്ലാതെ, പുറമേയുള്ള യാതൊരു സഹായവുമില്ലാതെ, കേവലം നിങ്ങളുടെ ശ്വാസത്തെ ഒരു പ്രത്യേക രീതിയിൽ നിർത്തിയും ചലിപ്പിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് മരുന്ന് കമ്പനികളുടെ അടിമകളാകുന്നത്? വിപണിയിൽ നിങ്ങൾക്ക് വിൽക്കുന്ന ആ സമ്മർദ്ദത്തിന്റെയും ഉത്കണ്ഠയുടെയും മരുന്നുകൾ നിങ്ങൾ എന്തിനാണ് വാങ്ങുന്നത്? ശ്വാസത്തിന്റെ ശരിയായ നിയന്ത്രണത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ നാഡീവ്യൂഹത്തെയും സ്വയം പ്രോഗ്രാം ചെയ്യാൻ കഴിയും എന്നതാണ് ആ വിലക്കപ്പെട്ട ശാസ്ത്രം. നിങ്ങൾ ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ ശരീരത്തിനുള്ളിൽ കാർബൺ ഡയോക്സൈഡിന്റെയും ഓക്സിജന്റെയും ഒരു പ്രത്യേക അനുപാതമുണ്ടാകുന്നു. ഈ അനുപാതം നിങ്ങളുടെ തലച്ചോറിനൊരു അപകടത്തിന്റെ സൂചന നൽകുന്നു. എന്നാൽ ആ അപകടം കൃത്രിമമാണ്. ആ നിമിഷം നിങ്ങളുടെ ശരീരം അതിന്റെ മുഴുവൻ ശക്തിയും സ്വരൂപിച്ച് ജീവൻ നിലനിർത്താൻ വേണ്ടി ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളും മൂലകോശങ്ങളും വീണ്ടും സജീവമാകുന്നു. ഇതിലൂടെ നിങ്ങളുടെ ശരീരം പുനരുജ്ജീവിക്കപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒന്ന് നോക്കൂ. നിങ്ങൾ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും പരിഭ്രാന്തരാകുന്നു. ഓഫീസിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ ദിവസം മുഴുവൻ ആ ചിന്തയിൽ മുഴുകുന്നു. ബിസിനസ്സിൽ ചെറിയ നഷ്ടം സംഭവിച്ചു, നിങ്ങളുടെ രാത്രി ഉറക്കമില്ലാതാകുന്നു. നിങ്ങളുടെ ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും സംവിധാനം വളരെ ദുർബലമായിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതിന്റെ പ്രതിരോധശേഷി നശിച്ചിരിക്കുന്നു. കുംഭക പരിശീലനത്തിലൂടെ നിങ്ങളുടെ പീനിയൽ ഗ്ലാൻഡ് സജീവമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു രക്ഷാകവചം തയ്യാറാകുന്നു. അത് പുറമേയുള്ള ഏത് മാനസിക രോഗത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു. സാഹചര്യങ്ങളുടെ പ്രഹരമേറ്റ് നിങ്ങൾ ഉലയുന്നത് അവസാനിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ശില്പി കല്ലിൽ കൊത്തുമ്പോൾ ആ പ്രഹരം വളരെ കൃത്യമായിരിക്കും. പ്രഹരം വളരെ ദുർബലമാണെങ്കിൽ കല്ല് പൊട്ടില്ല, ഒരു രൂപവും ഉണ്ടാകില്ല. പ്രഹരം വളരെ ശക്തവും തെറ്റായ സ്ഥലത്തുമാണെങ്കിൽ കല്ല് ചിതറിപ്പോകും. നിങ്ങളുടെ ശ്വാസവും കുംഭകരീതിയും അതുപോലെ കൃത്യമായ ഒരു പ്രഹരമാണ്. നിങ്ങൾ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുമ്പോൾ അത് അന്തഃകുംഭകമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഊർജ്ജം സംഭരിക്കുന്നു. നിങ്ങൾ ശ്വാസം പൂർണ്ണമായും പുറത്തുവിട്ട് പിടിച്ചു നിർത്തുമ്പോൾ അത് ബാഹ്യകുംഭകമാണ്. അത് നിങ്ങളുടെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളെയും പുറന്തള്ളുന്നു. ഇവ രണ്ടിന്റെയും സന്തുലിതാവസ്ഥയാണ് നിങ്ങളുടെ ബുദ്ധിയുടെ അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന വലിയ താക്കോൽ. എന്നാൽ സാധാരണ മനുഷ്യൻ ഈ പ്രക്രിയയെ വളരെ ഭയപ്പെടുന്നു. കാരണം ഇത് ഒരിക്കലും ആരും അവന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. ഗുഹകളിൽ ജീവിക്കുന്ന സന്യാസിമാർക്ക് മാത്രമുള്ളതാണ് ഇതെല്ലാം എന്ന് ആളുകൾ ചിന്തിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ശാസ്ത്രം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ്. കാരണം നിങ്ങൾ ദിവസവും ലോകത്തിന്റെ യുദ്ധക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്ക് എല്ലാ ദിവസവും നൂറുകണക്കിന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെ ഉയരങ്ങളിലെത്തിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഈ രഹസ്യ ബട്ടൺ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും വലിയ അപകടത്തിൽപ്പെടുമ്പോൾ, പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ, ആ നിമിഷം നിങ്ങളുടെ ശ്വാസം തനിയെ നിലയ്ക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ മുഴുവൻ മനസ്സും ശാന്തമാകുന്നു. നിങ്ങളുടെ മുഴുവൻ അസ്തിത്വവും ആ പ്രതിസന്ധിയെ നേരിടുന്നതിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. വലിയ ശക്തി ആവശ്യമുള്ളപ്പോഴെല്ലാം ശ്വാസം പിടിച്ചു നിർത്താൻ പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ആ പ്രകൃതിദത്തമായ സൂചന മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വെറുതെ ബോധം കെടുത്തുന്നു. നിങ്ങൾ ബോധപൂർവം എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ കുറച്ച് മിനിറ്റുകൾ മാത്രം ഈ രീതി പരിശീലിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ഭയം, നിങ്ങളുടെ ആകുലത, അതെല്ലാം യാതൊരു അടയാളവുമില്ലാതെ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വലിയ തയ്യാറെടുപ്പുകളൊന്നും ആവശ്യമില്ല. നിങ്ങൾ രാവിലെ ഉറക്കമുണരുമ്പോൾ കിടക്കയിൽ തന്നെ നേരെയിരിക്കുക. നിങ്ങളുടെ നട്ടെല്ല് പൂർണ്ണമായും നേരെ വയ്ക്കുക. നിങ്ങളുടെ നട്ടെല്ല് നേരെയായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നട്ടെല്ല് നേരെയാകുമ്പോൾ മാത്രമേ ഊർജത്തിന്റെ ഒഴുക്ക് യാതൊരു തടസ്സവുമില്ലാതെ തലച്ചോറിലേക്ക് നീങ്ങാൻ കഴിയൂ. തുടർന്ന് നിങ്ങളുടെ ഇടത്തെ നാസാരന്ധ്രത്തിലൂടെ പതുക്കെ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. അത് കുറച്ച് സെക്കൻഡുകൾ ഉള്ളിൽ പിടിച്ചു നിർത്തുക. തുടർന്ന് വലത്തെ നാസാരന്ധ്രത്തിലൂടെ പുറത്തേക്ക് വിടുക. ഇതിനുശേഷം വലതിലൂടെ വലിക്കുക, ഉള്ളിൽ പിടിച്ചു നിർത്തുക, ഇടതിലൂടെ പുറത്തേക്ക് വിടുക. പൂർണ്ണബോധത്തോടെ നിങ്ങൾ ഈ പ്രക്രിയ ചെയ്യുമ്പോൾ വെറും 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ തലച്ചോറ് മുഴുവൻ നിങ്ങളൊരു നല്ല ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ശാന്തവും ഭാരം കുറഞ്ഞതുമാകും എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് ആളുകൾ ബുദ്ധിമാന്മാരാകാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നു, മറ്റുള്ളവരെ അനുകരിക്കുന്നു. എന്നാൽ കടമെടുത്ത ബുദ്ധിക്ക് നിങ്ങളെ ഒരിക്കലും ഒരു അമാനുഷികനാക്കാൻ കഴിയില്ല. കടമെടുത്ത ബുദ്ധി കൊണ്ട് മറ്റുള്ളവർ കാണാതെ പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു തത്തയാകാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ പ്രതിഭ ജനിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആന്തരിക സംവിധാനം പൂർണ്ണമായും ശുദ്ധവും സജീവവുമാകുമ്പോഴാണ്. നിങ്ങളുടെ ശ്വാസമാണ് നിങ്ങളെ നിങ്ങളുടെ ഈ ചെറിയ ബുദ്ധിയിൽ നിന്ന് ഉയർത്തി ആ പ്രപഞ്ചബുദ്ധിയുമായി ബന്ധിപ്പിക്കുന്ന പാലം. ഇന്നത്തെ മനുഷ്യൻ അവസാനമില്ലാത്ത ഒരു ഓട്ടത്തിലാണ്. നാളെ തനിക്ക് കൂടുതൽ പണമുണ്ടാകുമ്പോൾ, വലിയൊരു കാർ ഉണ്ടാകുമ്പോൾ താൻ സമാധാനമായി ശ്വാസമെടുക്കും എന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ ഇന്ന് അവന്റെ ശ്വാസം അപൂർണമാണെങ്കിൽ നാളെ ലഭിക്കുന്ന സന്തോഷവും അവനെ ഒരിക്കലും പൂർണ്ണനാക്കില്ല എന്ന് അവൻ മറക്കുന്നു. നിങ്ങളുടെ ഈ അടിസ്ഥാന ജീവോർജം നിങ്ങൾ ശരിയാക്കാത്തിടത്തോളം കാലം നിങ്ങൾ സ്വർഗത്തിൽ പോയിരുന്നാലും നിങ്ങൾ അവിടെയും ദുഃഖിതനായിരിക്കും. കാരണം നിങ്ങളുടെ റിസീവർ, അതായത് നിങ്ങളുടെ ഈ തലച്ചോറ്, അതാണ് തകരാറിലായിരിക്കുന്നത്. അത് എല്ലാറ്റിൽ നിന്നും ദുഃഖവും സമ്മർദ്ദവും മാത്രം കണ്ടുപിടിക്കും. അതിനാൽ ഈ മുഴുവൻ ശാസ്ത്രത്തെയും വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ മൂക്കിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രഹസ്യ ബട്ടൺ ഇതൊരു അലങ്കാരവാക്കല്ല, ഇതൊരു ജീവിക്കുന്ന സത്യമാണ്. നിങ്ങളുടെ 2 നാസാരന്ധ്രങ്ങളുടെയും സന്തുലിതാവസ്ഥയും കുംഭകം വഴി പീനിയൽ ഗ്ലാൻഡിലുണ്ടാകുന്ന മർദ്ദവും മനുഷ്യന് തന്റെ പരിമിതികളെ തകർത്ത് അതിരുകളില്ലാത്ത ശക്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആ രഹസ്യ താക്കോലാണ് ഇത്. നിങ്ങൾ ദിവസവും നിങ്ങളുടെ അബോധാവസ്ഥയെ അല്പം കുറയ്ക്കണം എന്ന് മാത്രം. നിങ്ങൾ ദേഷ്യത്താൽ നിറയുകയാണെന്നോ നിങ്ങളുടെ ശ്രദ്ധ തെറ്റുകയാണെന്നോ തോന്നുമ്പോഴെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മടങ്ങിവരിക. 2 മിനിറ്റ് നേരത്തേക്ക് ആഴത്തിലുള്ള കുംഭകം പരിശീലിക്കുക. അപ്പോൾ ആ ദേഷ്യം, ആ അലച്ചിൽ കാറ്റിൽ കർപ്പൂരം പോലെ പറന്നുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ജീവിതം വളരെ ചെറുതാണ്. ഇത് വെറും ഉത്കണ്ഠകളിലും ചെറിയ കാര്യങ്ങളിലും ഉരസി നശിപ്പിക്കരുത്. നിങ്ങളുടെ ഈ ശ്വാസത്തിന്റെ നൂലിനെ തിരിച്ചറിയുക. ഇതിനൊരു പുതിയ മാനം നൽകുക. ഇതിനൊരു പുതിയ സന്തുലിതാവസ്ഥ നൽകുക. നിങ്ങളുടെ ശ്വാസം ശാന്തവും ആഴമുള്ളതും നിയന്ത്രിതവുമാകുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു ഉത്സവമായി മാറും. പിന്നെ നിങ്ങൾ പുറത്തുനിന്നുള്ള യാതൊരു അത്ഭുതത്തിനും കാത്തിരിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ സ്വയം ഒരു വലിയ അത്ഭുതമായി മാറും. നിങ്ങളുടെ ബോധത്തിന്റെ കണ്ണ് തുറക്കുക. ഈ പരമമായ സത്യം ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കാൻ അനുവദിക്കുക.